ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കുക്കിംഗ് വീഡിയോ ഇതാണ്. ഇതെന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചി, അതായത് സതിയപ്പയുടെ ഒരു സ്പെഷ്യൽ കുക്കിങ്ങാണ്. നമ്മൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത് പുട്ടാണ്, നമ്മുടെ സാധാ പുട്ട്. പക്ഷേ ഇതിന് സ്പെഷ്യൽ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കാരണം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, നമ്മളിതിൽ 3 ടൈപ്പ് ഫ്ലോർ ഉപയോഗിച്ച് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് കാണാം. സതിയപ്പയുടെ വീട്ടിലെത്തി. ഈ നിൽക്കുന്നതാണ് സതിയപ്പ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളയാ. അപ്പോൾ ഇന്ന് നമ്മുടെ സതിയപ്പയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ട്. നമുക്ക് അതെന്തോന്ന് കാണാം. എൻ്റെ മൂത്ത് ചേച്ചി, എൻ്റെ ഒന്ന് ചേച്ചി, ഇനി ചേച്ചിയുടെ വെറൈറ്റി ഫുഡ് ഞങ്ങളിന്ന് വന്നത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഇത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വ്യത്യാസമായ ഫുഡ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തിയും അരിമാവും ചോളപ്പൊടിയും കൂരപ്പൊടികളും വെച്ചുകൊണ്ടുള്ള ഒരു പുട്ട്. നമ്മുടെ 3 ടൈപ്പ് മാവ്. ഇത് അരിപ്പൊടി, ഇത് നമ്മുടെ ചോളം, ഇത് റാഗി. അപ്പോൾ ഇത് 3 വെച്ചാണ് നമ്മുടെ മിക്സഡ് പുട്ട് ഉണ്ടാക്കുന്നത്. ഇത് അതിനാവശ്യമുള്ള തേങ്ങ. ആദ്യം തേങ്ങ ഇടണം, പിന്നെ അരിപ്പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തേങ്ങ ഇടണം. തേങ്ങ ഇപ്പോൾ എല്ലാവരും കുറേശ്ശേലും ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി. ഒത്തിരി തേങ്ങയൊക്കെ ഇട്ടാൽ അതിൻ്റേതായ ടേസ്റ്റ് വരും. പക്ഷേ നമുക്ക് ശരീരത്തിൻ്റെ ഇതും കൂടി അനുസരിച്ച് ഇത് ഇടണം. പിന്നെ അത് കഴിഞ്ഞ് റാഗി പൗഡർ ഇടണം, അതിൻ്റെ പൊടി ഇടണം. അത് കഴിഞ്ഞ് വീണ്ടും തേങ്ങ ഇടണം. എന്നിട്ട് ചോളപ്പൊടി ഇടണം. ഇതൊക്കെ ഹെൽത്തിക്ക് നല്ലതാണ്. എന്നിട്ട് തേങ്ങ വയ്ക്കണം. നല്ല വേവണം. ഒരു 5, 6, 7 ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. പുട്ട് വെന്തിട്ടുണ്ട്. പുട്ട് എടുക്കുകയാണ്. ആവി പാർന്ന പുട്ട്. കണ്ട, നമുക്ക് ആ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാവ് നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണണം. ആദ്യത്തെ ചോളം, പിന്നെ റാഗി, പിന്നെ അരിപ്പൊടി. നമുക്ക് ഇത് നമുക്ക് പഞ്ചസാരയുടെയോ പയറിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. പയറൊന്നും വേണ്ട, ഒന്നുമില്ലാതെ ഇത് വെറുതെ കഴിക്കാം. കൊളസ്ട്രോളിനും ടേസ്റ്റിനും ശരീരത്തിലെ ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. വെറുതെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കട്ടൻ കാപ്പിയും കുടിക്കുകയും കട്ടൻ ചായ കുടിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ചോളം മാത്രമായിട്ടുള്ള പുട്ടാണ്, ചോളപ്പൊടി മാത്രം വെച്ചുകൊണ്ടുള്ള പുട്ട്. അടിപൊളി. ഗൈസ്, ഇത് നമ്മുടെ സതിയപ്പയുടെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്. അത് വെച്ചുണ്ടാക്കിയ നല്ല ക്രിസ്പി ആൻഡ് സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. ാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ദോശ, നല്ല അടിപൊളി സാമ്പാർ, ചിക്കൻ ഫ്രൈ, പിന്നെ പുട്ടും പപ്പടവും പഴവും ഉണ്ട്. നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. ആ ചിക്കൻ്റെ അകത്തും ആ ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി. ഈ ദോശയുണ്ടല്ലോ, കുറച്ചിങ്ങനെ എടുത്ത് നല്ല അടിപൊളി കുറുകിയ സാമ്പാർ. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറുകിയ സാമ്പാർ. അതുമായിട്ട് എടുത്ത് പിന്നെ നമ്മുടെ ഒരു പീസ് ചിക്കനും. വേണ്ട, ചിക്കൻ്റെയും ദോശയുടെയും സാമ്പാറിൻ്റെ ഫാൻ. സൂപ്പർ. സൂപ്പറാണ് സോബു.
ഗൈസ് ഞാൻ പുട്ട് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും വീഡിയോ ഫുള്ള് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഡിലീറ്റ് ചെയ്ത് കാണും. എന്തായാലും പുട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചോളവും റാഗിയായിരുന്നു. അരിപ്പൊടിയെക്കാട്ടി എനിക്ക് അത് രണ്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഈ റെസിപ്പി അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യണം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.